ഇപ്പോൾ നമ്മൾ പുതിയൊരു വണ്ടി എടുത്താലും അതല്ലെങ്കിൽ നിലവിലുള്ള ഫാസ്ടാഗ് മാറ്റി പുതിയതെടുക്കാൻ നോക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഏത് ബാങ്കിൻ്റെ ഫാസ്ടാഗ് എടുക്കണം എന്നാണ്. ഇന്ന് വിപണിയിൽ ഏറ്റവും വേഗത്തിൽ ആക്ടിവേറ്റ് ആകുന്നതും മികച്ച കസ്റ്റമർ സപ്പോർട്ടും തരുന്ന ഒന്നാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫാസ്ടാഗ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് വളരെ സിമ്പിളായി എങ്ങനെ ഒരു IDFC ഫാസ്ടാഗ് ഓൺലൈൻ വഴി വാങ്ങാമെന്നാണ്. ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ശേഷം ഇവിടുന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാം ഗെറ്റ് ആൻ IDFC ഫസ്റ്റ് ബാങ്ക് ഫാസ്ടാഗ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് വെഹിക്കിൾ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ സ്പേസ് ഒന്നും കൂടാതെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അവിടെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിൾ നമ്പർ കാറ്, വാന്, ജീപ്പ് തുടങ്ങിയവയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് മാത്രം എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. തുടർന്ന് വരുന്ന ഭാഗത്ത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് നൽകിയതിന് ശേഷം ഇവിടെ താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ നമുക്ക് എനേബിൾ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമുക്കൊരു OTP കോഡ് ലഭിക്കുന്നതായിരിക്കും. OTP എന്നുള്ള ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ ആധാർ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നതായിരിക്കും. അപ്പോൾ അത് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ ഡെലിവറി അഡ്രസ്സ് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ആധാർ കാർഡിലെ അഡ്രസ്സ് അവിടെ നമുക്ക് കാണാം. ആ സെയിം അഡ്രസ്സിലേക്ക് തന്നെയാണ് നമുക്ക് നമ്മുടെ ഫാസ്ടാഗ് ഡെലിവറി ലഭിക്കേണ്ടതെങ്കിൽ അവിടെയുള്ള ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകിയാൽ മതി. ഇനി അതല്ല നമുക്ക് മറ്റൊരു അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഫാസ്ടാഗ് ഡെലിവറി ലഭിക്കേണ്ടതെങ്കിൽ അവിടെ താഴെ കൊടുത്തിട്ടില്ല അഡ്രസ്സ് എഴുതാനുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്ത് നൽകുക. ഇപ്പോൾ ഞാനിവിടെ ഡെലിവറിക്കായി നൽകുന്നത് എൻ്റെ ആധാർ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ഫാസ്ടാഗിൻ്റെ ഫീച്ചറിനെ അടിസ്ഥാനമാക്കി 2 ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്ന് ഏതാണ് ആവശ്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ഈ ഒരു ഫാസ്ടാഗിന് വേണ്ടി നമുക്ക് വരുന്ന ചാർജുകൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക.